ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടൻ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ ആരാധകർ ഏറെ ആശങ്കയിലായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരത്തിന് ഒരു ദിവസം വെന്റിലേറ്റർ സഹായവും നൽകിയിരുന്നു. എന്നാൽ ആശങ്കകൾക്ക് വിരാമമിട്ട് താരത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരികയും ചെയ്തു. ഇതിനിടയിൽ തന്റെ ആത്മസുഹൃത്തിനെ ആശുപത്രിയിൽ പോയി കണ്ട വിവരം പങ്കുവയ്ക്കുകയാണ് സത്യൻ അന്തിക്കാട്. ശ്രീനിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു. വെള്ളത്തിൽ ഒരാളെ മുക്കിപ്പിടിച്ചാലുള്ള അവസ്ഥയായിരുന്നെന്നാണ് VM വിനു പറഞ്ഞത്. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തന്നെ വെന്റിലേറ്ററിലാക്കി. കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. എന്നാൽ പേടിക്കാനൊന്നുമില്ല, സപ്പോർട്ടിന് വേണ്ടിയാണ് വെന്റിലേറ്റർ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇന്നലെ രാവിലെ താൻ കാണാൻ ചെന്നപ്പോൾ വെന്റിലേറ്റർ മാറ്റിയിരുന്നെന്നും ശ്രീനിവാസനുമായി സംസാരിച്ചെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. ശ്രീനിയോട് ആവശ്യപ്പെട്ടത് പുതിയ തിരക്കഥ ആലോചിക്കാനാണെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. ഞാൻ ശ്രീനിയോട് പറഞ്ഞു, നിങ്ങൾ അസുഖക്കിടക്കയിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം എഴുതുന്ന തിരക്കഥ ഹിറ്റാവാറുണ്ട്. ഞാൻ പ്രകാശിന്റെ തിരക്കഥ എഴുതുന്നതിന് തൊട്ടു മുൻപും ഇതുപോലെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ അടുത്ത സിനിമയ്ക്കുള്ള തിരക്കഥ ആലോചിക്കുന്നു. താനും അത് തന്നെയാണ് ആലോചിക്കുന്നതെന്ന് ശ്രീനിവാസൻ മറുപടി നൽകിയതായും സത്യൻ അന്തിക്കാട് പറഞ്ഞു. ശ്രീനിവാസന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയാണുള്ളതെന്നും ICUവിൽ നിന്ന് മാറ്റാത്തത് സന്ദർശകരെ കുറയ്ക്കാൻ വേണ്ടിയാണെന്നും 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് മാറ്റുമെന്നും സത്യൻ അന്തിക്കാട് വ്യക്തമാക്കുന്നു. അതേസമയം പല മാധ്യമങ്ങളും ശ്രീനിയുടെ ചികിത്സ സംബന്ധിച്ച് വ്യാജമായ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സത്യൻ അന്തിക്കാട് വ്യക്തമാക്കി. കഴിഞ്ഞ ക്രിസ്മസ് റിലീസായെത്തിയ ഞാൻ പ്രകാശനിലാണ് സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും അവസാനമായി ഒന്നിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹിറ്റ് കോമ്പിനേഷൻ ഒരുമിച്ചത്. ഭഗത് ഫാസിൽ നായകനായ ചിത്രം ബോക്സ് ഓഫീസിലും വിജയമായിരുന്നു. ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശ്രീനിവാസന് നൽകി വന്ന വെന്റിലേറ്റർ സഹായം നീക്കിയിട്ടുണ്ട്. ആശുപത്രിയിലുള്ള ഭാര്യയോടും അടുത്ത സുഹൃത്തുക്കളോടും അദ്ദേഹം സംസാരിച്ചിരുന്നു. മകൻ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിൽ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് അഭിനയിക്കാൻ പോകണമെന്ന് ശ്രീനിവാസൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഡോക്ടർമാർ പിന്തിരിപ്പിക്കുകയായിരുന്നു. സന്ദർശകർക്ക് ആശുപത്രിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. VM വിനു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഡബ്ബിങ്ങിനായി എറണാകുളത്തെ ലാൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് ശ്രീനിവാസൻ ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത്. തുടർന്ന് രാവിലെ 9:45 എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞതും നീർക്കെട്ടുണ്ടായതുമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കിയത്. പ്രവേശിപ്പിച്ച സമയത്ത് മോശം അവസ്ഥയായിരുന്നുവെങ്കിലും പിന്നാലെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. ICCUവിലായിരുന്നു ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നാലെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ICUവിലേക്ക് നീക്കിയിരുന്നു. വൈകുന്നേരത്തോടെ ശ്രീനിവാസന്റെ ആരോഗ്യനിലയിൽ പുരോഗതി വിലയിരുത്തി ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.